എല്ലാവർക്കും നമസ്കാരം. ദലമർമരങ്ങളിലെ ഈ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, ഞാൻ സർവീസിൽ കയറി 2005 മുതൽ പല തലങ്ങളിൽ ഡോക്ടേഴ്സായിട്ടും മറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഹയർ ഓഫീഷ്യൽസുമായിട്ട് പല തലങ്ങളിൽ ചർച്ച ചെയ്തിട്ട് എനിക്ക് അതിൽ ഒരു വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അതിലൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് താഴ്ന്ന തട്ടിൽ നിന്നുള്ള ഒരു അഭിപ്രായങ്ങൾ മുകളിലുള്ളവർക്ക് അത് സ്വീകാര്യമാവണമെന്നില്ല. അതാണ് പലപ്പോഴും എൻ്റെ അനുഭവം. അതുകൊണ്ടായിരിക്കാം ഇത് അംഗീകരിക്കപ്പെടാതെ പോയത്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇത് നിങ്ങളുടെ സമക്ഷം അവതരിപ്പിക്കുകയാണ്. ഇത് നിസ്സാര ഒരു കാര്യമാണ്, വളരെ ചെറിയ കാര്യമാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. മനസ്സിലായോ? ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. മനുഷ്യൻ്റെ മരണകാരണങ്ങൾക്ക് കാരണമാവുന്നത് എന്താണ്? മനുഷ്യൻ എങ്ങനെയാണ് മരിക്കുന്നത്? ഉത്തരം ഞാൻ തന്നെ പറയാം. നിങ്ങളെല്ലാവരും പലപ്പോഴും പറയും, ഒരു പക്ഷേ ഹൃദ്രോഗം മൂലം, അല്ലെങ്കിൽ ക്യാൻസർ മൂലം, അല്ലെങ്കിൽ TB രോഗം മൂലം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. പക്ഷേ അല്ലെങ്കിൽ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് മൂലം, ഇങ്ങനെയുള്ള പല ഉത്തരങ്ങൾ നിങ്ങൾ പറയുമായിരിക്കും. പക്ഷേ ഇതിലെല്ലാത്തിലും ഉപരിയായിട്ട് ഇതൊക്കെ വളരെ നിസ്സാര തോതിൽ ലോകത്തെല്ലായിടത്തും നടക്കുന്നുള്ളൂ. പക്ഷേ ലക്ഷക്കണക്കിന് ആൾക്കാർ മരിക്കുന്ന ഒരു കാര്യമുണ്ട്. വളരെ ചെറിയൊരു ജീവി തന്നെ, 1 ഗ്രാം പോലും തൂക്കമില്ലാത്തൊരു ജീവി കടിച്ചുണ്ടാകുന്ന രോഗങ്ങൾ, അതുമൂലമാണ് ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾ എല്ലാ വർഷവും മരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊരു ജീവിയെക്കുറിച്ചുമല്ല, നമ്മളെ കൊതുകിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, കൊതുക് പരത്തുന്ന പല രോഗങ്ങളുമുണ്ട്. അതായത് ഫൈലേറിയാസിസ്, ഡെങ്കു ഫീവർ, ജാപ്പനീസ് ബി എൻകെഫലൈറ്റിസ്, പിന്നെ മലേറിയ, അങ്ങനെ പല രോഗങ്ങൾ കൊതുക് പരത്തുന്നതായിട്ടുണ്ട്. ചിക്കൻ ഗുനിയ, അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ട്. ഈ രോഗങ്ങൾ പരത്തുന്ന കൊതുക് വളരെ നിസ്സാര ജീവിയാണ്. നമ്മളെല്ലാവരും അതിൻ്റെ കടിയേറ്റിട്ടുണ്ട്. അത് കടിയേൽക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. മനസ്സിലായി? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടെങ്കിൽ, ഈ നിസ്സാര ജീവി എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരെയാണ് എല്ലാ വർഷവും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് മരണത്തിന് കാരണമാവുന്നത് എന്ന് ചിന്തിച്ചാൽ, ഈ ജീവിയെ ഇല്ലാതാക്കിയാൽ പോരെ നമുക്ക് ഈ ഇത്രയും മരണസംഖ്യ കുറയ്ക്കാനായിട്ട്? പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങളിലാണ് പലപ്പോഴും പാളിച്ചകൾ സംഭവിക്കുന്നത്. ഈ കൊതുക് നിർമ്മാർജ്ജനം എന്ന ഈ പ്രവർത്തനങ്ങളിലാണ് പലപ്പോഴും പാളിച്ചകൾ സംഭവിക്കുന്നത്. പ്രധാനമായും 3 തരത്തിലുള്ള കൊതുകുകളാണ് ഉള്ളത്. ക്യൂലക്സ്, അനോഫിലിസ്, ഈഡിസ് കൊതുകുകളാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നീട് മാൻസനോയിഡ്സ്, അങ്ങനെയുള്ള ചെറിയ ചില ഭാഗങ്ങളിൽ കാണുന്ന, ലോകത്തിൻ്റെ ചില ഭാഗങ്ങളിൽ കാണുന്ന കൊതുകുകളുമുണ്ട്. പ്രധാനമായും 3 വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണുള്ളത്. ഇതിൻ്റെ സബ് ടൈപ്സ് വേറെ പലതും ഉണ്ട്. അപ്പോൾ ഈ കൊതുകുകൾ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, മലേറിയ, ഫൈലേറിയ, അങ്ങനെ പല രോഗങ്ങളുമുണ്ട്. അപ്പോൾ ഈ രോഗം പരത്തുന്നതിൽ നിന്ന് ഈ കൊതുകിനെ ഇല്ലാതാക്കിയാൽ മാത്രമേ നമുക്ക് ഈ രോഗങ്ങൾ വരാതിരിക്കുകയുള്ളൂ. അതിന് നമ്മൾ പ്രധാനമായിട്ടും ആരോഗ്യവകുപ്പ് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സോഴ്സ് റിഡക്ഷൻ ആക്ടിവിറ്റീസ്, അതായത് കൊതുക് മുട്ടയിട്ട് വളരുന്ന സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. അതിന് ആരോഗ്യവകുപ്പ് പല നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതായത് നമ്മൾ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നതാണെങ്കിൽ, നമ്മളിപ്പോൾ മുറ്റത്ത് അലക്ഷ്യ വലിച്ചെറിയുന്ന ചിരട്ടത്തോട്, മുട്ടത്തോട്, അങ്ങനെയുള്ള പലതിലും മഴവെള്ളം കെട്ടി നിന്ന് കൊതുകിന് വളരാനുള്ള സാഹചര്യം ഒരുക്കുകയാണ്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത് പലപ്പോഴും വെള്ളം കെട്ടി നിന്ന് കൊതുക് മുട്ടയിട്ട് വളരാനുള്ള സാഹചര്യമുണ്ട്. ഒരു കൊതുക് അതിൻ്റെ ജീവിതചക്രത്തിൽ ഏകദേശം 200 മുതൽ 500 മുട്ടകൾ വരെ ഇടുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാം, ഒരു കൊതുക് മുട്ടയിട്ട് വളരുകയാണെങ്കിൽ എത്രത്തോളം കൊതുക് വ്യാപനം ഉണ്ടാവുമെന്ന് നമുക്കറിയാൻ സാധിക്കും. ഇതുകൂടാതെ തന്നെ നമ്മളിപ്പോൾ സോഴ്സ് റിഡക്ഷൻ ആക്ടിവിറ്റീസ് കൂടാതെ തന്നെ
പല കാര്യങ്ങളുണ്ട്. അതായത് നമ്മളുടെ വെള്ളത്തിൽ സ്പ്രേയിങ് ഉണ്ട്, ഫോഗിങ് ഉണ്ട്, അങ്ങനെ പല പല പദ്ധതികളുണ്ട്. പിന്നെ നമ്മളെ വീടിനകത്താണെങ്കിൽ നമ്മൾ ലേപനങ്ങൾ തേക്കാറുണ്ട്, നമ്മുടെ ശരീരത്തിൽ ലേപനങ്ങൾ തേക്കാറുണ്ട്. പിന്നെ കൊതുകിനെ അടുത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല കോയിൽസ്, നമ്മൾ മസ്കിറ്റോ കോയിൽസ് നമ്മൾ പുകയ്ക്കാറുണ്ട്. പിന്നെ ലിക്വിഡ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് പല രീതിയിലും കൊതുകിനെ നമ്മൾ അകറ്റി നിർത്താൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ കൊതുകിനെ അകറ്റി നിർത്തുകയേ ചെയ്യുന്നുള്ളൂ, ഒരിക്കലും കൊതുകിനെ കൊല്ലുന്നില്ല. മനസ്സിലായി? ഞാൻ നേരത്തെ പറഞ്ഞ ഈ മസ്കിറ്റോ കോയിലും മസ്കിറ്റോ ലിക്വിഡും എല്ലാം കൊതുകിനെ അകറ്റി നിർത്തുകയേ ചെയ്യുന്നുള്ളൂ, ഒരിക്കലും കൊതുകിനെ കൊല്ലുന്നില്ല. എപ്പോഴാണോ ഈ വസ്തുക്കളുടെ പ്രവർത്തനം കുറയുന്നത്, ആ സമയത്ത് വീണ്ടും കൊതുക് തിരിച്ചു വന്ന് നമ്മളെ കടിക്കാൻ സാധ്യതയുണ്ട്, നമുക്ക് രോഗങ്ങൾ വരാൻ സാധ്യതയുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കൊതുകിനെ നമുക്ക് നശിപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗമെന്നാണ് എൻ്റെ ഒരു നിഗമനം. അതിന് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ 2 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് സോഴ്സ് റിഡക്ഷൻ ആക്ടിവിറ്റീസ് നമ്മൾ കാര്യമായിട്ട് ചെയ്യണം. വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങൾ, വീടിനകത്തും പുറത്തുമുള്ള വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. കൂടാതെ നമ്മൾ വൈകുന്നേരങ്ങളും രാവിലെയും, അതായത് ഒരു 4 മണി മുതൽ 8 മണി വരെയും വൈകുന്നേരം, അതുപോലെ വെളുപ്പിന് 4 മണി മുതൽ 8 മണി വരെയും ജനലും വാതിലും എല്ലാം അടച്ച് ഭദ്രമാക്കി വയ്ക്കുക. ഈ സമയത്താണ് കൊതുകുകൾ പുറത്തു നിന്നും വീടിനകത്തേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ ജനലുകളും വാതിലുകളും അടച്ച് ഭദ്രമാക്കി വയ്ക്കുക. അതാണ് ഒരു മാർഗം. പിന്നെ രണ്ടാമത്തെ മാർഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏറ്റവും എഫക്റ്റീവായിട്ട് ഞാൻ പറയുന്നത് മസ്കിറ്റോ ബാറ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. മസ്കിറ്റോ ബാറ്റിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കൊതുകിനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ കൊതുക് ചത്തുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കൊതുകിൽ നിന്നുണ്ടാകുന്ന 200 മുതൽ 500 വരെയുള്ള വരാൻ സാധ്യതയുള്ള, മുട്ടയിട്ട് വളരാൻ സാധ്യതയുള്ള കൊതുകുകളും കൂടി നശിപ്പിക്കപ്പെടുകയാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഏരിയയിലുള്ള എല്ലാ വീടുകളിലും ഈ മസ്കിറ്റോ ബാറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഏരിയ മസ്കിറ്റോ ഫ്രീ ആയിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതാണ് എനിക്ക് എൻ്റെ അനുഭവത്തിലുള്ള എൻ്റെ വീട്ടിൽ ഞാനിത് പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം. പലരും പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ മസ്കിറ്റോ ബാറ്റിന് പെട്ടെന്ന് കേടായി പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ആവശ്യക്കാർ ഏറി വരുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള മസ്കിറ്റോ ബാറ്റ്സൊക്കെ പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റുള്ള ലേപനങ്ങൾക്കും അതുപോലെ തന്നെ നമ്മളുടെ ലിക്വിഡ്, അതുപോലെ കോയിൽ, ഇതിനെല്ലാത്തിനും തന്നെ ചെറിയ തോതിലെങ്കിലും പാർശ്വഫലങ്ങൾ ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ചില ആൾക്കാർക്ക് ശ്വാസം മുട്ടലും അങ്ങനെയുള്ള പല പല ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട്. മസ്കിറ്റോ ബാറ്റിന് അങ്ങനെ യാതൊരു പ്രശ്നങ്ങളുമില്ല. അതുകൊണ്ട് അത് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ കൊതുക് നമ്മളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മനുഷ്യന് ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം കൊതുകുണ്ടാവും. മനുഷ്യന് ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇരുട്ടുള്ള സ്ഥലങ്ങൾ, ദുർഗന്ധമുള്ള സ്ഥലങ്ങൾ. അതായത് ഇപ്പോൾ നമ്മളെ മുഷിഞ്ഞ ഡ്രസ്സെല്ലാം എവിടെയാണ് നമ്മൾ അഴയിൽ തൂക്കിയിട്ടിരിക്കുന്നത്, അവിടെ എല്ലാം കൊതുകുണ്ടാവും. അതുപോലെ ഇരുട്ടുള്ള സ്ഥലങ്ങൾ, അതായത് കട്ടിലിൻ്റെ അടിയിൽ, അലമാരയുടെ പുറകിലായിട്ട്, അതുപോലെ തന്നെ മേശയുടെ അടിയിൽ, അങ്ങനെ ഇരുട്ടുള്ള സ്ഥലങ്ങളിലും ദുർഗന്ധമുള്ള സ്ഥലങ്ങളിലും കൊതുകുണ്ടാവും. അപ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാവരും നമ്മൾ ഈ മസ്കിറ്റോ ബാറ്റ് ഉപയോഗിച്ച് ഒന്ന് വീശി നടക്കുകയാണെങ്കിൽ ഈ കൊതുകുകളെല്ലാം ചത്തുപോവുകയും തീർച്ചയായിട്ടും ഒരു 2 ആഴ്ചക്കകം ഒരു ഏരിയയിലുള്ള എല്ലാ വീടുകളിലും ഈ മസ്കിറ്റോ ബാറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ 2 ആഴ്ചക്കകം തീർച്ചയായിട്ടും ആ ഏരിയ മസ്കിറ്റോ ഫ്രീ ആയി തീരുകയും ചെയ്യും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഈ ഒരു കാര്യങ്ങൾ ഞാൻ പല തലങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ഞാൻ ഒരിക്കലും മസ്കിറ്റോ ബാറ്റ് വാങ്ങിച്ച് ജനങ്ങൾക്ക് കൊടുക്കാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ നമ്മുടെ കൊതുക് നിർമ്മാർജ്ജന പ്രക്രിയയിലുള്ള ക്ലാസ്സുകളിൽ ഇതിനെക്കുറിച്ച് പറയണം, അതുപോലെ തന്നെ ലഘുലേഖകളിൽ ഇതിനെക്കുറിച്ച് പറയണം എന്നെല്ലാം പറഞ്ഞിട്ട് പോലും അത് അംഗീകരിക്കാനായിട്ട് നമ്മുടെ ഉന്നത അധികാരികൾ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ
താഴ്ത്തുനിന്ന് വന്ന ഒരു 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 നിർദ്ദേശം എന്നതുകൊണ്ടായിരിക്കാം. എന്തായാലും ഇത് ഞാൻ ഈ ഒരു നിർദ്ദേശം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. നിങ്ങളത് പരീക്ഷിച്ച് നോക്കുക, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. കൊതുക് നിസ്സാരനല്ല. കണ്ടാൽ നമുക്ക് വളരെ 1 ഗ്രാം പോലും തൂക്കമില്ലാത്ത ഒരു വസ്തുവാണ്. പക്ഷേ അത് പരത്തുന്ന രോഗങ്ങൾ അനവധിയാണ്. മാരകമായിട്ടുള്ള ഡെങ്കു ഫീവറൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് സുഖപ്പെടാനും, അതുപോലെ തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കാനും. അപ്പോൾ അതുകൊണ്ട് കൊതുക് നിർമ്മാർജ്ജനം നമ്മളുടെ ഒരു ദൈനംദിന ജീവിതത്തിൽ ഒരു ഭാഗമായിട്ട് തന്നെ എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ക്വാളിറ്റി ഇല്ലാത്ത ബാറ്റുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു. ആവശ്യക്കാർ ഏറുന്ന മുറയ്ക്ക് വേണമെങ്കിൽ പഞ്ചായത്തുകൾക്ക് ചെറുകിട സംരംഭങ്ങൾ എന്ന രീതിയിൽ ഈ ബാറ്റ് നിർമ്മാണം നടത്താവുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ തുകയ്ക്ക് നമുക്ക് ബാറ്റ് ലഭ്യമാക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നടപ്പാക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുത്തുകയാണ്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.